ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് മുല്ലപ്പൂ വെച്ചിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വേഷത്തിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്ത് മാറ്റിയിടുക. ബാക്കിലുള്ള ഹെയർ കെട്ടി ഇതുപോലെ ഒരു ഡോണറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഹെയർ ബൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി മാറ്റിയിട്ട ഹെയറിനെ ഇതുപോലെ ചെറിയ ചെറിയ സെക്ഷൻ ആക്കി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമ്മളിവിടെ വേറെ സെറ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്ന സാധനമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിൽ ചെയ്യുന്നതാണ്. എന്നിട്ട് തന്നെ ആ ഒരു ഭംഗി കണ്ടോ, ആ ഒരു പാറ്റേൺ കണ്ടോ, നമ്മൾ ആ ചെയ്തതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ബാക്കിൽ മുല്ലപ്പൂ ഇതുപോലെ വയ്ക്കുക, ഫുള്ളായിട്ട് വെക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ഒരു ചന്ദ്രക്കല രീതിയിൽ ഇതുപോലത്തെ രീതിയിൽ വയ്ക്കുക. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ സാരിയുടെ കൂടെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്നുമുള്ള ഹെയറിനെ രണ്ട് സെക്ഷൻ ആക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓരോ സെക്ഷൻ ഹെയർ അതിനോടൊപ്പം ചേർത്തിട്ട് താഴേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. കണ്ടില്ലേ? ഇനി മറ്റേ സൈഡിലുള്ള ഫുൾ ഹെയർ ഈ ഒരു സൈഡിലേക്ക് എടുത്തിടുക. എന്നിട്ട് ഇത് താഴേക്ക് നമ്മുടെ ആ ഒരു ചെവിയുടെ പോർഷൻ വരെ കൊണ്ടുവരിക. എന്നിട്ടൊരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ഹെയർ എടുത്തിടാം. എന്നിട്ട് ബാക്കിയുള്ള ഹെയറിനെ രണ്ട് സെക്ഷൻ ആക്കി എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഓരോ സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വോളിയത്തിലിരിക്കും. ഇനി മുല്ലപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് കുർത്ത, അതുപോലെ തന്നെ സെറ്റ് പാവാട, ടോപ്പ്, അതിൻ്റെ കൂടെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഒരു സെക്ഷൻ ഹെയർ എടുത്തിട്ട്, അതായത് നമ്മുടെ ഈ ഐബ്രോസിന്റെ മിഡിൽ പോർഷൻ, രണ്ട് ഐബ്രോസിന്റെ മിഡിൽ പോർഷൻ വരെയുള്ള ഹെയർ എടുത്തിട്ട് 3 സെക്ഷൻ ആക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒരു തവണ പിന്നെ, എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും ഓരോ ചെറിയ ചെറിയ സെക്ഷൻ എടുത്ത് ചേർത്ത് പിന്നിക്കൊണ്ടുപോവുക. ഫ്രഞ്ച് ബ്രെയ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ നോർമലായിട്ട് പിന്നിട്ട് അടിയിലൊരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ചുറ്റി എടുത്തിട്ട് യൂപിൻ വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് മുല്ലപ്പൂ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഫുൾ ആ ഒരു ഹെയറിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് എല്ലാ ഡ്രസ്സിനോടൊപ്പം, സാരി ആണെങ്കിലും കുർത്തി ആണെങ്കിലും സ്കേർട്ടും ടോപ്പും ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കുറച്ച് സെക്ഷൻ ഹെയർ മാറ്റിയിടുക. എന്നിട്ട് ബാക്കിലുള്ള ഹെയറിനെ എല്ലാം കൂടെ ഇതുപോലെ കോംബ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കെട്ടിവെക്കുക. കണ്ടില്ലേ? എന്നിട്ട് അതിനെ ഇങ്ങനെ ചുറ്റി ഒരു ബൺ പോലെ വെക്കുക. യൂപിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ മാറ്റിയിട്ടില്ല, അതൊന്ന് ഫ്രണ്ടിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുത്തിട്ടിട്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് ഇതുപോലെ കോംബ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വന്ന ഹെയറിനെ ചുറ്റി ആ ബണ്ണിനോടൊപ്പം ചേർത്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. മുല്ലപ്പൂ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ മേക്കപ്പ് ലുക്കിൽ, അതായത് ഓണം മേക്കപ്പ് ലുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഹെയർ സ്റ്റൈല്. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. ഇവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് മുടി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു പഫ് പോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കോംബോ വെച്ചിട്ട് ഇങ്ങനെ സിക്സ് ആക്ക് പോലെ ഒന്ന് ചീകി കൊടുക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു പഫ് പോലെ കിട്ടും. പറ്റിച്ച് ചീകി വയ്ക്കാതിരിക്കുക. അതിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഇത് കറക്റ്റായിട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ഞാനൊരു ടിക് ടാക്ക് ക്ലിപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഓൾറെഡി കഴിഞ്ഞ ഹെയർ സ്റ്റൈൽ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ മുല്ലപ്പൂ വെക്കുന്ന ഒരു രീതിയിൽ മാത്രം ഇതിൽ ഒരു മാറ്റമുണ്ട്. അതിൽ വേറൊരു രീതിയിലായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ ഇതിൽ വേറെ ഒരു രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ മുല്ലപ്പൂ ഇതുപോലെ കഴുത്തിക്കൂട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ? ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു സ്റ്റൈലാണിത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.